മേഖലയിലെ യുഎസ് പങ്കാളിത്തമുള്ള മുഴുവൻ എണ്ണപ്പാടങ്ങളും ചാമ്പലാക്കും. ഖാർക്ക് ദ്വീപിലെ ആക്രമണത്തിന് പിന്നാലെ യുഎസിന് മുന്നറിയിപ്പുമായി ഇറാൻ. മീഡിയ ഫോർ മലയാളം ന്യൂസിലേക്ക് സ്വാഗതം. ഇറാനിലെ എണ്ണ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണം യുഎസ് തുടർന്നാൽ മേഖല ഒന്നാകെ ചാമ്പലാക്കുമെന്ന മുന്നറിയിപ്പുമായി ഇറാൻ. മേഖലയിലെ യുഎസ് പങ്കാളിത്തമുള്ള മുഴുവൻ എണ്ണപ്പാടങ്ങളും ചാമ്പലാക്കുമെന്ന് ഇറാൻ സൈനിക വക്താവ് അറിയിച്ചു. ഇറാനിലെ എണ്ണപ്പാടങ്ങളുള്ള ഖാർക്ക് ദ്വീപിൽ യുഎസ് നടത്തിയ ബോംബാക്രമണത്തിന് തൊട്ടു പിന്നാലെയാണ് പ്രതികരണം. ഇറാന്റെ 90% അസംസ്കൃത എണ്ണ കയറ്റുമതിയും നടക്കുന്ന ടെർമിനൽ ഇവിടെയാണ്. ഇറാനിയൻ എണ്ണ സംഭരണ കേന്ദ്രങ്ങൾക്ക് നേരെ യുഎസ് ആക്രമണം തുടരുന്നത് അംഗീകരിക്കാനാവില്ല. ഇനിയും തുടരുന്ന പക്ഷം മേഖലയിലെ യുഎസ് പങ്കാളിത്തമുള്ള മുഴുവൻ എണ്ണപ്പാടങ്ങളും ലക്ഷ്യം വെക്കുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. ഖാർക്ക് ദ്വീപിന് നേരെ ശക്തമായ ബോംബാക്രമണം നടത്തിയെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്ഥിരീകരിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇറാന്റെ മുന്നറിയിപ്പ്. ഖാർക്ക് ദ്വീപിലെ ഇറാന്റെ മുഴുവൻ സൈനിക കേന്ദ്രങ്ങളും യുഎസ് നശിപ്പിച്ചെന്നും അടുത്ത ഘട്ടത്തിൽ റിഫൈനറികളെ ലക്ഷ്യമിടുമെന്നും ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെ ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. മര്യാദയുടെ ഭാഗമായി നിലവിൽ എണ്ണ കേന്ദ്രങ്ങളിൽ ബോംബിട്ടിട്ടില്ലെന്നും കപ്പലുകളെ ആക്രമിക്കുന്നത് തുടർന്നാൽ എണ്ണ കേന്ദ്രങ്ങളിലും ബോംബിടുമെന്നാണ് ട്രംപ് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. തങ്ങളുടെ എണ്ണ വ്യാപാരവുമായി ബന്ധപ്പെട്ട പ്രധാന ദ്വീപുകളിൽ ആക്രമണം നടത്തിയാൽ മുൻപെങ്കുമില്ലാത്ത വിധം ശക്തമായി പ്രതികരിക്കുമെന്ന് ഇറാൻ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ആക്രമികളുടെ രക്തം പേർഷ്യൻ ഉൾപ്പെടലിൽ ഒഴുകുമെന്നാണ് പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബഗാറിന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രതികരണം. യുഎസുമായി ചേർന്ന് ഇസ്രയേൽ ഇറാനെ ആക്രമിച്ചതിനെ തുടർന്നുണ്ടായ യുദ്ധം 15ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി ഇറാൻ 3 നിബന്ധനകൾ കഴിഞ്ഞ ദിവസം മുന്നോട്ട് വെച്ചിരുന്നുവെങ്കിലും എണ്ണ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള യുഎസ് ആക്രമണം മേഖലയെ കൂടുതൽ സംഘർഷഭരിതമാക്കിയേക്കും. ഇന്റർനാഷണൽ ഡെസ്ക്, മീഡിയ ഫോർ മലയാളം ന്യൂസ്. This is Media for Malayalam News. The world at your fingertips.